ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തിയായ ഗോതമ്പ് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലം കേക്ക് വളരെ ഇഷ്ടമാണ്. ഇതിന് മുമ്പിലും നമ്മുടെ ചാനലിൽ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഷുഗർ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ജാഗറി യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതായത് വെരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഗോതമ്പ് പൊടിയും നമുക്ക് ശർക്കരയും യൂസ് ചെയ്ത് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഭയങ്കര എളുപ്പമാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റതിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അല്പം സോക്ക് ചെയ്താണ് ഉണ്ടാക്കിയത്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഹാഫ് കപ്പ് ജാഗരി എടുത്തിട്ടുണ്ട്. ജാഗരി നിങ്ങൾ പൊടിച്ച് കപ്പിലാക്കി അളവെടുത്താൽ മതിയാക്കും. ഹാഫ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പം അതായത് സിറപ്പാക്കാനായിട്ട് ഞാൻ ഓവനിൽ വയ്ക്കണോണ്ടാണ് ഈ ഓവൻ പ്രൂഫ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റവിലാണെങ്കിൽ ഇതിൽ വെച്ചാൽ മതിയാകും, പാനിൽ വെച്ചാൽ മതിയാകും. ഹാഫ് കപ്പ് ശർക്കര ഉരുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇത് അലിയിച്ച് ഒന്ന് അരിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹാഫ് കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് എല്ലാം ഓരോ ടേബിൾ സ്പൂണാണ്. കുറച്ച് ബദാം, ഇത് പിസ്ത, വാൾനട്ട്, കാഷ്യൂനട്ട്, വൈറ്റ് റൈസിൻ, ബ്ലാക്ക് റൈസിൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്തിരിപ്പഴം 2 കളറിൽ 1 കളർ ഇരുന്നാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള നട്ട്സുകളെല്ലാം എടുക്കാം. അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി അതെല്ലാം 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ട്യൂട്ടി ഫ്രൂട്ടി മാത്രം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കണം. ഇതിൻ്റെ കൂടെ ബദാം എടുത്തിട്ടുണ്ട്, ചെറി എടുക്കണം, പിന്നെ ഡേറ്റ്സ് അതെല്ലാം 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഇത് ട്യൂട്ടി ഫ്രൂട്ടി മാത്രം 2 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതുകൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പം ചെറിയാണ് 1 ടേബിൾ സ്പൂൺ, ഇത് 1 ടേബിൾ സ്പൂൺ, ഡേറ്റ്സ് 2 ടേബിൾ സ്പൂൺ, ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം എടുക്കുക. നട്ട്സ് ഇല്ലെങ്കിലും ഇപ്പോൾ ഇത് പ്രധാനം നട്ട്സാണ് നമുക്ക് പ്ലം കേക്കിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചെറിയൊക്കെ എളുപ്പത്തിൽ കിട്ടും, കുറച്ച് പ്രൈസിന് തന്നെ. നിങ്ങൾ പ്ലം കേക്കിന് മെയിനായിട്ട് ചെറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെറി കുറച്ചുകൂടെ ആഡ് ചെയ്താലും മതിയാകും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1 അവർ സോക്ക് ചെയ്യാം. മിനിമം 1 അവർ വയ്ക്കുക. 2-3 മണിക്കൂറായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയമുള്ളതുപോലെ വയ്ക്കുക. പക്ഷേ മിനിമം ഒരു 1 അവർ നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഒരു 1/4 കപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഒഴിക്കാം. ഫ്രൂട്ട് ജ്യൂസോ വൈനോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഒരു 1/4 കപ്പ് ഒഴിക്കണുണ്ട്. ഇതെല്ലാം ഒന്ന് 1 അവർ നമുക്ക് അടച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊക്കെ നല്ല മുങ്ങിക്കിടക്കണം. ഇതാണ് കറക്റ്റായിരിക്കണം. ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റാകട്ടെ. അപ്പോൾ നമുക്ക് നട്ട്സ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് സെറ്റാകാനായിട്ട് ഇനി നമുക്ക് കുറച്ച് തൈരും പാലും മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല തിക്കായ തൈര് എടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഉടയ്ക്കാം. ഞാൻ ഇപ്പോൾ അതായത് നിങ്ങൾക്ക് മോരുണ്ടെങ്കിൽ മോരെടുത്താലും മതിയാകും. അല്ലെങ്കിൽ പാല് മാത്രമാണെങ്കിൽ പാലിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ നല്ലപോലെ ഉടച്ചിട്ട് അതിൽ ഇത് ഹാഫ് ഗ്ലാസ് അല്ല, ഹാഫ് അല്ല, 1/3 ആണ്. 1/3 അതായത് 2 ചേരുമ്പോൾ ഇപ്പോൾ ഹാഫ് ആകും. 1/3 ചെറു ചൂട് പാലാണ് ഇതിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ ഇത് ഇപ്പോൾ മോര് പോലെ ആയി കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഹാഫ് കപ്പ് പാലെടുത്തിട്ട് അതിൽ ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന നേരത്ത് ഇത് പുളിച്ചിരിക്കുക 10 മിനിറ്റ്സിൽ തന്നെ നമുക്ക് സെറ്റാകും ഇത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ എടുക്കുക. പാലിൽ ലെമൺ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മോരെടുക്കുക ഹാഫ് കപ്പ്. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും 1/3 കപ്പ് പാലുമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് രണ്ടും നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. വെച്ചിട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സമയമായി. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ 1 കപ്പ് 250 ml 1 കപ്പാണ്. അതായത് 250 ml 1 കപ്പിൽ 1 കപ്പും അടുത്ത് അതിൽ തന്നെ ഒരു 1/4 കപ്പും. അപ്പോൾ ഏകദേശം ഒരു 320 ഗ്രാംസ് ഒക്കെ വരും. എന്തായാലും 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടോട്ടലായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ ചുക്കുപൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ പട്ടയുടെ പൊടി ഇടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ജാതിക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ 1/4 ടീസ്പൂൺ ഇടാം. ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. പട്ടപ്പൊടിയും ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇടുന്നുണ്ട്. ആവശ്യത്തിന് അല്പം ഉപ്പിടാം. എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം.
ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് നമ്മുടെ നട്ട്സ് മിക്സ് ഇടാം. ഒന്ന് ആഡ് ചെയ്യാം. എല്ലാം നല്ല സോക്കായിട്ടുണ്ട്. എനിക്ക് മോർ ദാൻ 1 hour ആയിട്ടുണ്ട്. സമയം അല്പം കൂടുതലിരുന്നാലും കുഴപ്പമില്ല. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതിയാകും. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഒലീവ് ഓയിൽ എടുക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വെച്ചിരുന്നായിരുന്നു മോര് ആകാനായിട്ട്. അതായത് നേരത്തെ പാലും തൈരും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിശ്രിതം കൂടെ ഇതിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യണവർ തൈരിന് പകരം 2 മുട്ട എടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തൈരല്ല, മോരാണ്. മോര് വേണ്ട. അതായത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും പാലും ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങൾ മോരാണെങ്കിൽ ഒരു 1/2 കപ്പ് മോര് എടുത്താൽ മതി. അല്ലെങ്കിൽ മുട്ട യൂസ് ചെയ്യണവർ ഈ മോര് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം 2 മുട്ട എടുക്കുക. ഞാൻ ഇപ്പം മുട്ട എടുക്കാത്തവർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നല്ല തിക്കാണ്. ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കും പ്ലം കേക്ക്. പക്ഷെ ഇത് ഓവർ തിക്കായിപ്പോയി. അതുകൊണ്ട് കുറച്ച് പാല് കൂടെ ഒഴിക്കാം. ഞാൻ എത്രയാണോ ഒഴിക്കണമെന്ന് പറയാം. അപ്പോൾ ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഇത് തിക്നെസ് ഇത് മതിയാകും. നല്ല ലൂസാകണ്ട. ഇതിൽ ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പാലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് മാവ് നമ്മുടെ ബ്രാൻഡ് അനുസരിച്ച് അല്പം ഈ കൺസിസ്റ്റൻസി പാലിൻ്റെ അളവ് കൂടാനോ കുറയാനോ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ഇതുപോലത്തെ ഒരു ഇതിൽ നിങ്ങൾ എടുത്താൽ മതിയാകും. അതായത് നട്ട്സ് കൂടുതലിടുന്ന പ്ലം കേക്ക് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് കുക്കറിലോ അവനിലോ എല്ലാം വേവിച്ച് കാണിക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈയിങ് പാനിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു ബട്ടർ പേപ്പർ ഇട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്നുമില്ല, ഒരു A4 സൈസ് പേപ്പർ നമുക്ക് ഓയിൽ തടവി അകത്തിട്ടാൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ ഇട്ടിട്ട് മാവ് ഡസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ അതിൽ ഇപ്പോൾ ഒഴിക്കുകയാണ്. മിക്സ് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തട്ടി വിടാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വേണമെങ്കിൽ ഇടാം. ഞാൻ അല്പം ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്കിനി എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പം സ്റ്റവിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായിട്ടുണ്ട്. നല്ല ഇത് ഹീറ്റായിട്ട് വേണം അതിൻ്റെ പുറത്ത് നമ്മുടെ ബാറ്റർ എടുത്ത് വെക്കേണ്ടത്. ബാറ്റർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നിങ്ങൾ കവർ ചെയ്യുക. അതായത് മുകളിൽ ആവി സംടൈംസ് നിങ്ങൾക്കിത് ചൂടാകുമ്പോൾ വെള്ളം അകത്ത് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ടവലോ എല്ലാം മടക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു ടൈറ്റായിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ക്യാപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഹോളും ഇല്ല. അപ്പോൾ നിങ്ങളിത് ഈർപ്പം, അതായത് വെള്ളം താഴെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കാം. വയ്ക്കിട്ട് ഒരു 40 minutes ആകും. ഞാൻ എത്ര സമയം ആകണമെന്ന് പറയാം നിങ്ങൾക്ക്. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിൽ വയ്ക്കുന്നുണ്ട്. തുണി ഒന്ന് ശ്രദ്ധിക്കണം, താഴെ കിടന്ന് അതായത് ഈ ചൂടിൽ തന്നെ പിടിച്ച് ഒന്ന് തീ പിടിക്കും. അതുകൊണ്ട് ഒന്ന് ഇവിടെ മുകളിലോട്ട് തിരിച്ചിടുക. അപ്പോൾ കറക്റ്റായിരിക്കും. നമുക്കിനി എത്ര സമയമാണെന്ന് ഞാൻ നോക്കി പറയാം. നമുക്ക് കേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ആയിട്ടുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ. നേരത്തെ താഴെയാണ് ഇരുന്നത്, ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം നല്ല ലോയിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമായി. ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ച് സാധാരണ വയ്ക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് സമയമാണെന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാറ്റ് കൊള്ളുന്നതാണ്. ഓപ്പണായിരിക്കണം സൈഡൊക്കെ. അതുകൊണ്ട് സാധാരണ കുക്കറിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു 40 minutes ആകും. പക്ഷേ ഇതുപോലെ വയ്ക്കുമ്പോൾ മോർ ദാൻ 1 hour. നമുക്കിത് സെയിം കേക്ക് തന്നെ അവനിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 30 minutes, മാക്സിമം 30 minutes ആവുള്ളൂ. അതുപോലെ കുക്കറിൽ വെച്ചാൽ ഒരു മാക്സിമം 1 hour, ലെസ് ദാൻ 1 hour ആവുള്ളൂ. പക്ഷേ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ ഒരു 1.5 hours ആകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പാനിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇനിയും തണുത്തിട്ട് ഒന്ന് മുറിച്ച് കാണിക്കാം. കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ലൈറ്റായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. എനിക്ക് ഇതുപോലത്തെ പാനിൽ വെച്ചത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. നിങ്ങൾ ഇതുപോലെ പാനിൽ വെക്കുകയാണെങ്കിൽ, അതായത് ഇതുപോലെ കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള പാനിൽ വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കുക്കായി കിട്ടും. ഇത് കുറച്ച് ഹൈറ്റുള്ള പാൻ ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പം നമുക്കിത് ഒന്ന് തട്ടി നോക്കാം. അപ്പം നമ്മുടെ ഹെൽത്തിയായ ജാഗരി കേക്കാണിത്. നിങ്ങൾ ഇതിൽ അൺഹെൽത്തി ആയിട്ട് ഒന്നുമില്ല. ഞാൻ എടുത്ത ഓയിൽ പോലും ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തത്.
പിന്നെ ഷുഗർ എടുത്തില്ല, അതിന് പകരം ജാഗരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗോതമ്പ് പൗഡറുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ഫ്ലാറ്റായ ഇതുപോലത്തെ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പറഞ്ഞായിരുന്നു, ഇതുപോലത്തെ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ താഴെ ഒന്നും പിടിക്കാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഇതെനിക്ക് കുറച്ച് ഈ പാൻ ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായ കേക്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.